വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പകുതിയോളം ഓഹരികൾ അന്താരാഷ്ട്ര ഷിപ്പിംഗ് ഭീമനായ MSCയുടെ ടെർമിനൽ വിഭാഗത്തിന് കൈമാറാനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കത്തിൽ ജാഗ്രതയോടെ ചുവടുവെച്ച് സംസ്ഥാന സർക്കാർ. വിഴിഞ്ഞം പോർട്ട് കമ്പനിയുടെ 49% ഓഹരികൾ കൈമാറാൻ അനുമതി തേടി അദാനി ഗ്രൂപ്പ് സർക്കാരിന് കത്ത് നൽകിയ പശ്ചാത്തലത്തിൽ രാജ്യസുരക്ഷ ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങൾ വിശദമായി പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതതല എംപവേർഡ് കമ്മിറ്റിയെ സർക്കാർ ചുമതലപ്പെടുത്തി. വിശദമായ പഠനത്തിന് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളൂ എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് 2024 ഡിസംബർ 24-ന് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും സർക്കാരുമായുള്ള കൺസഷൻ എഗ്രിമെന്റ് പ്രകാരം വാണിജ്യ പ്രവർത്തനം തുടങ്ങി 1 വർഷം പിന്നിട്ടാൽ കമ്പനിയുടെ 74% വരെയുള്ള ഓഹരികൾ വിൽക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നുമാണ് അദാനി ഗ്രൂപ്പ് വാദിക്കുന്നത്. 2025 ഡിസംബറോടെ ഈ 1 വർഷത്തെ കാലാവധി പൂർത്തിയായതിനാൽ നിലവിലെ ഓഹരി വിൽപ്പന നിയമപരമായി സാധുതയുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടി അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വിസിൽ MDക്കും ഔദ്യോഗികമായി കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വാദങ്ങൾ നിലനിൽക്കുമ്പോഴും ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ കർശനമായ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന നിലപാടിലാണ് ഔദ്യോഗിക അധികൃതർ. കൺസഷൻ എഗ്രിമെന്റ് പ്രകാരം 25%-ൽ കൂടുതൽ ഓഹരികൾ കൈമാറ്റം ചെയ്യണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കർശനമായ മുൻകൂർ അംഗീകാരം അനിവാര്യമാണെന്ന് നിയമസഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മാധ്യമ വാർത്തകളിലൂടെയാണ് ഓഹരി കൈമാറ്റ നീക്കത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു തന്ത്രപ്രധാനമായ പദ്ധതി ആയതിനാൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഘടകങ്ങളെയും സാമ്പത്തിക വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ടെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം ഏകദേശം 27,000 കോടി രൂപ മൂല്യം കണക്കാക്കുന്ന ഈ പദ്ധതിയുടെ 49% ഓഹരികൾ, അതായത് ഏകദേശം 13,000 കോടി രൂപയുടെ പങ്കാളിത്തം ഒരു വിദേശ ഷിപ്പിംഗ് ഭീമന് കൈമാറുന്നതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ ആരോപിച്ചത്. തുറമുഖത്തിന്റെ നിയന്ത്രണം ഒറ്റ കമ്പനിയിലേക്ക് ചുരുങ്ങുന്നത് വിഴിഞ്ഞത്തിന്റെ ഭാവി വികസനത്തെയും സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക പങ്കുവച്ച പ്രതിപക്ഷം സംസ്ഥാനത്തിന്റെ പൊതുസമ്പത്തും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ സർക്കാർ കർശന നിലപാട് സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ലോകമെമ്പാടുമായി 100-ലധികം കണ്ടെയ്നർ ടെർമിനലുകളും പ്രതിവർഷം 70 ദശലക്ഷത്തിലധികം TEU ചരക്ക് നീക്ക ശേഷിയുമുള്ള ആഗോള ഭീമനായ TIL-നെ ഒപ്പം കൂട്ടുന്നതിലൂടെ അന്താരാഷ്ട്ര ചരക്കു നീക്ക വിപണിയിലേക്ക് ഇന്ത്യക്ക് കൂടുതൽ എളുപ്പത്തിൽ പ്രവേശനം സാധ്യമാകും എന്നാണ് അദാനി ഗ്രൂപ്പിന്റെ കണക്കുകൂട്ടൽ. തുറമുഖത്തിന്റെ ഓഹരി കൈമാറുന്നതിലൂടെ വലിയ തോതിലുള്ള അന്താരാഷ്ട്ര ചരക്കു കപ്പലുകളെ വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന വാണിജ്യപരമായ നേട്ടം ഒരു വശത്തുണ്ടെങ്കിലും തന്ത്രപ്രധാനമായ തീരദേശ സുരക്ഷയും കരാറിലെ നിയമപരമായ സങ്കീർണതകളും സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് രാജ്യസുരക്ഷ ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങൾ വിശദമായി പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതതല എംപവേർഡ് കമ്മിറ്റിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമിതിയുടെ സമഗ്രമായ റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ മാത്രമേ ഈ ശതകോടികളുടെ ഓഹരി ഇടപെടൽ അന്തിമ തീരുമാനം എന്താകുമെന്ന് വ്യക്തമാകൂ.